നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലശ്ശേരിയിൽ ഡോക്ടർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ഓട്ടോയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. പിന്നാലെ സ്കൂട്ടറിലെത്തിയ നഴ്സിനും അപകടത്തിൽ പരിക്ക്. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. കണ്ണൂർ താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി യാത്രയായി. തന്റെ ഹൃദയവും കരളും 2 വൃക്കകളും ദാനം ചെയ്ത് 4 പേരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത് കണ്ണൂർ സ്വദേശിയായ അർജുൻ. അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെച്ച കുരുന്നുകൾ. സ്കൂളുകളിൽ പ്രവേശനോത്സവം വർണ്ണാഭം. വാർത്തകൾ വിശദമായി. തലശ്ശേരിയിൽ ഡോക്ടർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ഓട്ടോയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. പിന്നാലെ സ്കൂട്ടറിലെത്തിയ നഴ്സിനും അപകടത്തിൽ പരിക്കേറ്റു. തലശ്ശേരിക്കടുത്ത് കുയ്യാലിയിലായിരുന്നു അപകടം ഉണ്ടായത്. തലശ്ശേരി കുയ്യാലിയിൽ ഉച്ചയ്ക്ക് 1:45 അപകടങ്ങൾ. വടകരയിൽ സ്വകാര്യ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ ഫഹദ് സഞ്ചരിച്ച KL 4204 കാറാണ് അപകടമുണ്ടാക്കിയത്. കുയ്യാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് തലശ്ശേരിയിലേക്ക് വരികയായിരുന്ന KL 58 AM 9221 ഓട്ടോയിലിടിക്കുകയായിരുന്നു. കാറിൻ്റെ വരവ് കണ്ട് ഡ്രൈവർ ഓട്ടോറിക്ഷ കഴിയുന്നത്ര വെട്ടിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായ തിരുവനന്തപുരം സ്വദേശിനി രാഗിക്കും പരിക്കേറ്റു. KL 20 L 2497 സ്കൂട്ടറിൽ ജനറൽ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു രാഗി. അപകടത്തിൽപ്പെട്ട ഓട്ടോയുടെ പിന്നിൽ സ്കൂട്ടർ ഇടിച്ചാണ് രാഗിക്ക് പരിക്കേറ്റത്. കൈക്കും കാലിനും പരിക്കേറ്റ രാഗി ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി. അപകടത്തെ തുടർന്ന് സ്റ്റിയറിംഗ് ജാമായ കാർ റോഡിൽ തന്നെ കുടുങ്ങിയത് ഗതാഗത കുരുക്കിനിടയാക്കി. ട്രാഫിക് SI MR സുരജിൻ്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് കാർ നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. രാവിലെ കണ്ണൂർ താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും നടപ്പിലാക്കിയ PM ഉഷ പദ്ധതി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചത്. രാവിലെ താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഉച്ചതല ശിക്ഷാ അഭിയാന്റെ ഭാഗമായി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പൂർത്തിയാക്കിയ സർവകലാശാല സെനറ്റ് ഹാളിന്റെയും സെമിനാർ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികളുടെയും പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിച്ചു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി യാത്രയായി. കണ്ണൂർ സ്വദേശിയായ അർജുനാണ് തന്റെ ഹൃദയവും കരളും 2 വൃക്കകളും ദാനം ചെയ്ത് 4 പേരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത്. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി. കണ്ണൂർ സ്വദേശിയായ അർജുനാണ് തന്റെ ഹൃദയവും കരളും 2 വൃക്കകളും ദാനം ചെയ്ത് 4 പേരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത്. ഗുരുതരമായ പരിക്കുകളോടെയാണ് അർജുനെ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജീവൻ രക്ഷിക്കുന്നതിനായി ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിലും മെയ് 31 വൈകുന്നേരത്തോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് മകന്റെ വിയോഗത്തിന്റെ തീരാ ദുഃഖത്തിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കളെടുത്ത ധീരമായ തീരുമാനമാണ് അവയവങ്ങൾ കാത്തുകഴിയുന്ന രോഗികൾക്ക് തുണയായത്. സംസ്ഥാന സർക്കാരിൻ്റെ അവയവദാന ഏജൻസിയായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ KSOTO വഴിയാണ് അവയവ കൈമാറ്റ പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. ആസ്റ്റർ സർജന്മാരുടെ നേതൃത്വത്തിൽ വിജയകരമായി അവയവങ്ങൾ മണിക്കൂറുകൾ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ അവയവദാനത്തിനായി എടുക്കുകയായിരുന്നു. ആസ്റ്റർ ഹോസ്പിറ്റലിൽ നിന്നും
മറ്റ് ആശുപത്രിയിൽ നിന്നുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. അർജുൻ്റെ ഹൃദയം എയർ ആംബുലൻസ് മുഖേന കൊച്ചി ആശ്രമ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള 48-കാരനായ മലപ്പുറം സ്വദേശിക്കായി എത്തിക്കുകയായിരുന്നു. വൃക്കകളിലൊന്ന് കണ്ണൂർ ആശ്രമിംസിലെ രോഗിക്കാണ് നൽകുക. രണ്ടാമത്തെ വൃക്ക കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കും കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോയത്. ഈ അടിയന്തര സാഹചര്യത്തിൽ അവയവങ്ങൾ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണെന്ന് ആശുപത്രി മാനേജ്മെൻറ്റ് വ്യക്തമാക്കി. ഇതിനായി പ്രവർത്തിച്ച പോലീസിനോടും സർക്കാരിനോടും KSOTയോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നതായി ആശ്രമം CEO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. എയർ ആംബുലൻസും ഗ്രീൻ ചാനൽ സംവിധാനവും ഉൾപ്പെടെയുള്ള അത്യാധുനിക സജ്ജീകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് അർജുൻ്റെ അവയവങ്ങൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികളിലേക്ക് എത്തിച്ചത്. മുഴപ്പിലങ്ങാട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന തറവാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന് പുതുതായി ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. കെട്ടിടത്തിന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശിലയിട്ടു. മുഴപ്പിലങ്ങാട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന തറവാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കരുണയുടെയും സ്നേഹത്തിൻ്റെയും അംശങ്ങൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ കൂടുതൽ കരുത്തോടെ എത്തിച്ചേരേണ്ട ഒരു സന്ദർഭമാണ്. ഒരു ഇറ്റു വെള്ളത്തിനു വേണ്ടി കണ്ണീരോടെ കൈനീട്ടുന്ന ഗാസയിലെയും മറ്റും കുഞ്ഞുങ്ങളുടെ ചിത്രം നമ്മുടെ മനസ്സിൽ എത്രയേറെ നൊമ്പരപ്പെടുത്തുന്നതാണ്. വിശപ്പും ദാരിദ്ര്യവും അതുമായി ബന്ധപ്പെട്ട ദയനീയാവസ്ഥയിൽ നിന്ന് അത്തരം ദുരിതങ്ങൾ നമുക്ക് കാട്ടിത്തരും. ആ കാഴ്ചകൾ സമൂഹ മനസ്സിൽ പ്രവർത്തിക്കേണ്ടത് കരുണയുടെയും കരുതലിൻ്റെയും മുൻകൈകളായാണ്. അവയെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാഹോദര്യവും പാരസ്പര്യവും കൂടുതൽ വിളങ്ങി നിൽക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നീങ്ങാം. തറവാടിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരവും പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും. അബ്ദുൽ ഖാദർ പനക്കാട് ചടങ്ങിൽ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വിശിഷ്ടാതിഥിയായി. ഒരുപാട് പുതിയ രോഗങ്ങൾ ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു. ആ ഡയാലിസുമായി ബന്ധപ്പെട്ട് പല സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം വലിയ ഫീസ് വാങ്ങിക്കൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഫീസാണ് നൽകേണ്ടി വരുന്നത്. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് വളരെ സൗജന്യമായി മരുന്നുൾപ്പെടെ ഇവിടുന്ന് നൽകുന്നു എന്നുള്ളത് ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ്. ഈ സ്ഥാപനം നല്ല നിലയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈ തറവാട് കൂട്ടായ്മയുടെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകർ വളരെ സജീവമായി ഇടപെടുകയാണ്, പ്രവർത്തിക്കുകയാണ്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ്
PM അതുൽ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A. റീത്ത, വാർഡ് മെമ്പർ റിദേവ്, തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, നാടകീർത്ത് TKD മുഴപ്പിലങ്ങാട്, CM നജീബ്, യജ്ഞബാബു, അഡ്വക്കേറ്റ് K. ലത്തീഫ്, PB മൂസക്കുട്ടി, CT ഫൈസൽ, ഹമീദ്, MP അൻവർ, PC ഹാരിസ്, മുഹമ്മദ് നിഷാദ് എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഷരീഫ് സ്വാഗതവും MP നാസർ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന വനിതാ സംഗമം കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ഫസൽ ബാത്തല അധ്യക്ഷനായി. ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ ഇദ്രീസ്, T. ഫാത്തിമ മിൻഹ, സാജിദ ഹാരിസ് എന്നിവർ സംസാരിച്ചു. ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ വാർഷികാഘോഷ ചടങ്ങിൽ ചൈൽഡ് മോട്ടിവേഷൻ സ്പീക്കർ രംഗീഷ് കടവത്ത് ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാഹി കോളേജിൽ പുതുതായി ആരംഭിച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മൊബൈൽ ഡെന്റൽ ക്ലിനിക്ക് പ്രവർത്തന സജ്ജമായി. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അങ്കിത് കുമാർ IAS ഫ്ലാഗ് ഓഫ് ചെയ്തു. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അങ്കിത് കുമാർ IAS ഫ്ലാഗ് ഓഫ് ചെയ്തു. Very good morning to everyone, and very rightly spoken, ma'am. And I am very grateful for the Minds Institute that they are taking this initiative, because already public is very less aware about the dental care and everything. So with this initiative, I think public can be made more aware. And as you told that it's a right to, this is a fundamental right. This right to health is our fundamental right, and dental care is being a part of very essential aspect of our health. We often ignore it, but with this kind of initiative, I think it's very, like, I'm very much grateful that we in Mahe we have such an institute and who is so much supportive to us. So I'm very happy that we invited me to this meeting, and thank you so much. ചെയർമാൻ രമേശ് കുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽ മേലത്ത്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ശെൽവമണി, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ഡോക്ടർ രജനി, മേരി ജോർജ് എന്നിവർ സംബന്ധിച്ചു. മാഹിയിലെയും തലശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലുൾപ്പെടെ മാഹി ഡെന്റൽ കോളേജിൻ്റെ സേവനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡെന്റൽ ക്ലിനിക്ക് പ്രയാണം ആരംഭിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് ഏറെ പ്രയോജനകരമാണ് ഈ പദ്ധതി. ദന്ത സംരക്ഷണമെന്ന സാമൂഹിക പ്രതിബദ്ധത കൂടി ഇതിലൂടെ ഉറപ്പുവരുത്തുന്നു. മൊകേരി ഈസ്റ്റ് UP സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കേശദാനം നടത്തി. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ഉദ്ഘാടനം ചെയ്തു. കാരണം ജൂൺ 1-ാം തീയതി എല്ലാവർക്കും അറിയാം, ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അതിനുശേഷം ഒരു കുട്ടീൻ്റെ ഒരു കരിയറിൽ ആദ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ് പ്രവേശനോത്സവം ഉള്ളത്. ഇന്ന് കുറേ കുട്ടികളാണ് അവരുടെ ഒരു അധ്യയനത്തിൻ്റെ ഒരു യാത്ര ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ടുള്ള ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ കരിയറിന് വേണ്ടി എല്ലാവിധ ആശംസകളും ഞാൻ പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു കുട്ടീൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, വികസനത്തിന് വേണ്ടി വിദ്യാഭ്യാസം എത്ര ആയിട്ടുള്ള ആവശ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല വിദ്യാഭ്യാസം കിട്ടിയെന്ന് കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിന് വേണ്ടി നല്ലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ അവർക്ക് പറ്റുമായിട്ടുള്ള നമുക്കൊരു ബോധമുണ്ട്. അതുകൊണ്ടാണ് കുറേ കുട്ടികളാണ് സ്കൂളിൽ വന്നിട്ട് നല്ല ഒരു ചെയ്താലും നമുക്ക് സമൂഹത്തിന് വേണ്ടി ഒരു നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്.
വിദ്യാലയത്തിലെ 4 രക്ഷിതാക്കളും ഒരു വിദ്യാർത്ഥിയുമാണ് ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്തത്. ക്യാൻസർ രോഗികളായ സഹോദരങ്ങൾക്ക് പ്രത്യാശയുള്ള സ്വന്തം മുടി ദാനമായി മാറുന്നത് അതെ ഇപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത് ദാനത്തിന് മാതൃകയാവുകയാണ്. മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനയിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ CV സുകുമാരൻ സ്വാഗതം പറഞ്ഞു. രക്ഷിതാക്കളായ സിൻഷ, ശ്രുതി, സജ്ല, ജസ്ന എന്നിവരും ലിഷിൻ പത്മശ്രീ എന്ന വിദ്യാർത്ഥിനിയുമാണ് ക്യാൻസർ രോഗികൾക്ക് കേശദാനം നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയപ്രസാദ്, വാർഡ് അംഗം ശ്രീനന്ദ, കോട്ടയം BPC സിമ്മി, സാമൂഹ്യ പ്രവർത്തകരായ അൽത്താഫ്, ഷാജി, സുധി, മാനേജ്മെൻറ്റ് പ്രതിനിധികളായ കൃഷ്ണൻ മാസ്റ്റർ, അരവിന്ദൻ മാസ്റ്റർ, പ്രേമരാജൻ, രാഘവൻ, PTA അംഗം ജയരാജൻ, ശ്രീജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആച്ചിക്കുളങ്ങര ശ്രീനാരായണ മഠം ഭരണസമിതിയുടെയും ഗുരുധർമ്മ പ്രചാരണ സഭ യൂണിറ്റ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ശിവഗിരി ശ്രീനാരായണ ഗുരുകുലത്തിന്റെ 3ാമത് അധ്യക്ഷനായിരുന്ന മുനി നാരായണ പ്രസാദ് സ്വാമിയെയും ആച്ചിക്കുളങ്ങര ശ്രീനാരായണ മഠം മുൻ പ്രസിഡന്റും ഗുരുധർമ്മ പ്രചാരണ സഭ യൂണിറ്റ് പ്രസിഡന്റും മഠം രക്ഷാധികാരിയുമായിരുന്ന PK ബാലഗംഗാധരനെയും അനുസ്മരിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. മാടപ്പേടിക ആച്ചിക്കുളങ്ങര ശ്രീനാരായണ മഠം ഭരണസമിതിയുടെയും ഗുരുധർമ്മ പ്രചരണ സഭ യൂണിറ്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ശിവഗിരി മഠത്തിലെ മുനി നാരായണ പ്രസാദിനെയും ആച്ചിക്കുളങ്ങര ശ്രീനാരായണ മഠം മുൻ പ്രസിഡന്റും ഗുരുധർമ്മ പ്രചരണ സഭ യൂണിറ്റ് പ്രസിഡന്റും രക്ഷാധികാരിയുമായിരുന്ന PK ബാലഗംഗാധരനെയുമാണ് അനുസ്മരിച്ചത്. ശിവഗിരി മഠത്തിലെ പ്രേമാനന്ദ സ്വാമികൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുരുകുലത്തിൽ വെച്ചായിരുന്നു നടന്നത്. ഏഴിമല ഗുരുകുലത്തിൽ വെച്ച് നടന്ന ആ ചടങ്ങിൽ ഒരു സാധാരണ പ്രവർത്തകനായിട്ട് സന്നിഹിതനായ ഒരു പിൽക്കാലത്ത് ലോകം അറിയപ്പെടുന്ന ഒരു മഹാത്മാവായി മാറുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ, കൃതികൾ, അതോടൊപ്പം വെസ്റ്റേൺ ഈസ്റ്റേൺ കൾച്ചറുകളുടെ സമന്വയത്തിന് വേണ്ടിയിട്ടുള്ള പ്രബന്ധങ്ങൾ നിരവധി എഴുതുകയും പഠിപ്പിക്കുകയും നിത്യചൈതന്യ യതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യ എന്ന രീതിയിലേക്കുള്ള വലിയൊരു ആശയം കൊണ്ടുവരികയും അദ്വൈത ദീപിക എന്ന് പറയുന്നതായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ കൃതിക്ക് വ്യാഖ്യാനം മറ്റു പലരും വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അദ്വൈത ദീപികയ്ക്ക് ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള വ്യാഖ്യാനം എന്നുള്ളത് അതിബൃഹത്തായിട്ടുള്ള വ്യാഖ്യാനമാണ്. അതോടൊപ്പം എല്ലാ മേഖലകളിലും നല്ല ആരോഗ്യമുള്ള സമയത്ത് എവിടെയും ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ഒരു സന്യാസത്തിൻ്റെ ആ ലളിതമായിട്ടുള്ള ജീവിത രീതിയിലൂടെ ഇറങ്ങിത്തിരിച്ച് മഠം പ്രസിഡന്റ് അതിരുകുന്നത്ത് പ്രേമൻ അധ്യക്ഷനായി. പുതുച്ചേരി UP സ്കൂളിലെ വിരമിച്ച അധ്യാപകൻ രവീന്ദ്ര മാസ്റ്റർ, മഠം ഏകോപന സമിതി കൺവീനർ രവീന്ദ്രൻ മുരിക്കോളി, ജഗന്നാഥ ക്ഷേത്രം ഡയറക്ടർ TC ദിലീപൻ മാസ്റ്റർ, ഗുരുധർമ്മ പ്രചാരക സ്മിതാലേഖ കണ്ണൂർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മഠം വൈസ് പ്രസിഡന്റ് രജിത് പുനോൽ സ്വാഗതവും മഠം സെക്രട്ടറി PN സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. ജാപ്പനീസ് ബൂഡോ, കരാട്ടെ ആൻഡ് ജൂഡോ അക്കാദമിയുടെ വെക്കേഷൻ ക്ലാസ് സമാപനവും കുട്ടികളുടെ ബെൽറ്റ് ദാന ചടങ്ങും നടന്നു. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പിണറായി ജാപ്പാനീസ് ബൂഡോ, കരാട്ടെ ആൻഡ് ജൂഡോ അക്കാദമിയുടെ വെക്കേഷൻ ക്ലാസ് സമാപനവും കുട്ടികളുടെ ബെൽറ്റ് ദാന ചടങ്ങും നടന്നു. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് P ഷേർലി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ചുകളിൽ പരിശീലിക്കുന്ന കുട്ടികൾ SSLC, +2-ന് ഉന്നത വിജയം നേടിയതിൽ അവരെ അനുമോദിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചടങ്ങാണിത്. കൂടാതെ ഒരുപാട് ചടങ്ങുകൾ ഇവിടെ നടക്കാനുണ്ട്. സെൻസായി CN മുരളി അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PB രത്നാകരൻ, TK അനൂപ്, സെൻസായി PK പങ്കജാക്ഷൻ, സെൻസായി PK വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കൂത്തുപറമ്പ് പ്രസ് ഫോറത്തിന്റെ KK കൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം നേടിയ ദേശാഭിമാനി പിണറായി ലേഖൻ TK അനൂപിനെയും ചടങ്ങിൽ ആദരിച്ചു.
പുതിയ അധ്യയന വർഷത്തിന് ആവേശകരമായ തുടക്കമൊരുക്കി ചമ്പാട് വെസ്റ്റ് UP സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെത്തിയ നവാഗത വിദ്യാർത്ഥികൾക്ക് സ്നേഹപൂർവ്വമായ സ്വീകരണം നൽകി അധ്യാപകരും രക്ഷിതാക്കളും സഹപാഠികളും ചടങ്ങ് ആഘോഷമാക്കി. പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം പി പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും സമൂഹത്തിന്റെയും രക്ഷിതാക്കളുടെയും PTA-യിലും എല്ലാവരുടെയും നല്ല പിന്തുണ സ്കൂളിൽ ഉണ്ടാവണം. ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല കുട്ടികളും നമ്മുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും കുട്ടികളുടെ മറ്റേ സ്കൂളിൻ്റെ ക്ലാസ് മുറിയിലുള്ള 4 ചുവരുകൾക്കുള്ളിലുള്ള പഠനമല്ല പഠനം. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് എല്ലാം ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് ഈ സ്കൂളിന് നൽകുന്നതെന്ന നല്ല ബോധ്യം നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട്. അതുപോലെ തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു വർഷക്കാലം നമ്മുടെ ഈ അധ്യയന വർഷം കഴിയുന്നത് വരെ നിങ്ങളെല്ലാവരും പിന്തുണ ഈ സ്കൂളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ PTA-ക്ക് ഉണ്ടാവണം, രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അതിൻ്റെ ഒരു ചുറ്റുപാട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രവേശനോത്സവം PTA പ്രസിഡന്റ് PP പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മദർ PTA പ്രസിഡന്റ് VP നസീറ, അഫ്സത്ത് ഇടവലത്ത്, സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകരായ TP പ്രേമനാഥൻ, M പത്മജ, N ഉണ്ണിമാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കും അക്കാദമിക മികവിനും എല്ലാവരും സഹകരണം തുടരുമെന്ന് അധ്യാപകർ അറിയിച്ചു. പ്രധാനാധ്യാപകൻ VP രജിലേഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി PK സുർജിത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പഠന കിറ്റുകളുടെ വിതരണം നടന്നു. നവാഗതർക്കും മറ്റു വിദ്യാർത്ഥികൾക്കും ആവശ്യമായ പഠനോപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീത വിരുന്നും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാട്യം ഗോപാലൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവാഞ്ചേരിയിലെ പ്രിൻസിപ്പാൾ പ്രകാശൻ കർത്ത സർവീസിൽ നിന്നും വിരമിച്ചു. തലമുറകൾക്ക് അറിവിന്റെ വെളിച്ചം പകരുകയും കേരളത്തിലെ പല സർക്കാർ വിദ്യാലയങ്ങളെയും തന്റെ ഭരണ മികവിലൂടെ ഉന്നതങ്ങളിൽ എത്തിക്കുകയും ചെയ്ത ഗുരുശ്രേഷ്ഠനാണ് പടിയിറങ്ങിയത്. ചെറുവാഞ്ചേരിയിലെ പാട്യം ഗോപാലൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ പ്രകാശൻ കർത്ത സർവീസിൽ നിന്നും വിരമിച്ചു. വേങ്ങാട് സ്വദേശിയാണ്. സമാന്തര വിദ്യാഭ്യാസ സമ്മേളനത്തിലൂടെയാണ് സർവീസ് ജീവിതം അദ്ദേഹം ആരംഭിച്ചത്. റവന്യൂ വകുപ്പിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ, വയനാട് ജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച പ്രകാശൻ കർത്തയ്ക്ക് സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നെട്ടൂർ വടക്കുംപാട് യൂണിറ്റ് സമ്മേളനം തലശ്ശേരി നെട്ടൂർ ഗുംട്ടി ഗൗരിവിലാസം ജൂനിയർ ബേസിക് സ്കൂളിൽ നടന്നു. നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. വ്യാപാരി വ്യവസായ സമിതി നെട്ടൂർ വടക്കുംപാട് യൂണിറ്റ് സമ്മേളനം തലശ്ശേരി നെട്ടൂർ ഗുംട്ടി ഗൗരിവിലാസം ജൂനിയർ ബേസിക് സ്കൂളിൽ നടന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറഞ്ഞു, നിരവധി സമര പോരാട്ടങ്ങൾ നമ്മൾ നടത്തി. ആ സമര പോരാട്ടങ്ങളിൽ ഇപ്പോൾ എയർപോർട്ട് റോഡിൻ്റെ നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചു. കണ്ണൂർ കണ്ടോൺമെൻറ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയൊന്നും ആ വിഷയത്തിൽ ഇടപെടാതെ മാറിയുന്നപ്പോൾ അതിൽ ശക്തമായി മിലിറ്ററിയോടാണ് പോരാടുന്നത്. ആ പോരാട്ടത്തിൽ ഞങ്ങൾ അവിടെ വിജയിച്ചു. അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിട്ടില്ല, നേരത്തെയുള്ള സംഘടനയിലെ അംഗങ്ങൾ മുഴുവൻ നമ്മുടെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയിലേക്ക് വന്നു എന്ന് പറയുന്നത് ആ സമര പോരാട്ടത്തിൻ്റെ വിജയം തന്നെയാണ്. ഇത്ര നിരവധി പോരാട്ടങ്ങൾ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? ശക്തമായ സംഘടനാ സംവിധാനത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന് പൊതുസമൂഹത്തിൽ ബോധ്യമുള്ളത് കൊണ്ടാണ് വ്യാപാരി വ്യവസായി സമിതിക്ക് ഈ അംഗീകാരം പൊതുസമൂഹത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത്. പ്രസിഡന്റ് A പവിത്രൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP പ്രമോദ്, C റഫീഖ്, ഷംസുദ്ദീൻ, ശ്രീജിത്ത് ഇടവലത്ത്, BC സിറാജ് എന്നിവർ സംസാരിച്ചു. മിത്ര തലശ്ശേരി ഏരിയ കമ്മിറ്റി കൺവീനർ
സുബിൻ മാണിക്കോത്ത് മിത്ര പദ്ധതി വിശദീകരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ കമ്മിറ്റിയും നിലവിൽ വന്നു. യൂണിറ്റ് സെക്രട്ടറിയായി BC സിറാജിനെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി C റഫീഖ്, ട്രഷററായി A പവിത്രൻ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു. കണ്ണൂർ എയർപോർട്ട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി മട്ടന്നൂർ വിമാനത്താവള റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിലെ വ്യാപാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്കും അർഹമായ രീതിയിൽ പുനർവിന്യാസവും അല്ലാത്തവർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 965-681-3834 859-031-2944.
ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക് ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D scanning and digital printing, ultra-modern X-ray facilities, well-equipped ultra-modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ, ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്, തലശ്ശേരി റോഡ്, കൂലൂർ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803, 9497360333. വാർത്തകൾ തുടരുന്നു. കോടിയേരി വനിതാ സഹകരണ സംഘം സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിക്കുന്ന VK ലൈലയ്ക്ക് യാത്രയയപ്പ് നൽകി. V രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോടിയേരി വനിതാ സഹകരണ സംഘം സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിക്കുന്ന VK ലൈലയ്ക്ക് യാത്രയയപ്പ് നൽകി. മഞ്ഞോടി മലബാർ പ്രവാസി വെൽഫെയർ കോപ്പറേറ്റീവ് ഓഡിറ്റോറിയത്തിലാണ് യാത്രയയപ്പ് സമ്മേളനം നടന്നത്. V രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വനിതാ സഹകരണ സംഘങ്ങൾക്ക് രൂപം നൽകാനുള്ള തീരുമാനമെടുത്തു. ഇന്നത്തെ നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ ധാരാളം വനിതാ സഹകരണ സംഘങ്ങളിൽ നല്ല നിലയിൽ വനിതാ സഹകരണ സംഘങ്ങളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘമായി കണ്ണൂർ ജില്ലയിൽ വനിതാ സഹകരണ സംഘം ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അതിൻ്റെ സെക്രട്ടറിയായി, അതിൻ്റെ അമരക്കാരിയായി ഇത്രയും വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളുമായി ജനങ്ങളുടെ പിന്തുണ, വിശ്വാസത ഒക്കെ പിടിച്ചുപറ്റി ആ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് സംശയമൊന്നും വേണ്ട. സഹകരണ സംഘത്തിന് അതിൻ്റെ ഭരണസമിതിയെക്കാളും ജനങ്ങളുമായി ദൈനംദിനം ബന്ധപ്പെടുന്നത് അതിൻ്റെ ജീവനക്കാർ, അതിൽ സെക്രട്ടറി തന്നെയാണ്. അവരുടെ സമീപനവും സ്വഭാവവും പെരുമാറ്റവും ആളുകളോടുള്ള നയവും എല്ലാം ഒരു സഹകരണ പ്രസ്ഥാനത്തെ, ഒരു സഹകരണ സംഘത്തെ മുന്നോട്ട് നയിക്കാൻ ഏറെ സഹായിക്കും. VK സുചിത്ര അധ്യക്ഷയായി. P രാഗിണി, അഡ്വക്കേറ്റ് CT സജിത്ത്, VC പ്രസാദ്, V ദിവാകരൻ മാസ്റ്റർ, CP പ്രസീൽ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു.
തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു. വിദ്യാർത്ഥികൾക്കൊപ്പം നിരവധി രക്ഷിതാക്കളും പങ്കാളികളായി. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ ചേർക്കുന്നതിന് റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഈ സ്കൂൾ സൃഷ്ടിച്ചെടുത്തത് ഈ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളും ഈ സ്കൂളിന്റെ മാനേജ്മെന്റും അതോടൊപ്പം വിദ്യാർത്ഥികളെ നല്ല സമൂഹത്തിന്റെ നല്ല വക്താക്കളാക്കി മാറ്റുന്നതിനുള്ള നേതൃത്വം കൊടുക്കുന്ന ഈ വിദ്യാലയത്തിലെ അധ്യാപകരുമാണ് ഈ സ്കൂളിനെ ഈ ഉയർച്ചയിലേക്ക് എത്തിച്ചത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരമൊരു സ്കൂളിൽ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള അഗൈതമായ അഭിനന്ദനം ഇവിടെ അറിയിക്കുന്നു. സ്കൂളിലേക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ പ്രവേശനം എന്ന് പറയുമ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളാണ്. ഇത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിച്ചാലും അത് തിരിച്ച് വീട്ടുകളിൽ എത്തിക്കുന്നത് വരെയുള്ള സമയത്തും അതോടൊപ്പം അവരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഒരുപാട് വെല്ലുവിളികൾ, സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞേക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങൾ നമുക്ക് അന്യമാണ്. അത്തരം സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രേയ ബാലൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം അറക്കൽ സമദ്, NIS പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. സ്കൂൾ മാനേജർ ഖാലിദ് മാസ്റ്റർ, കിഴക്കേടത്ത് അബ്ദൂബക്കർ, AP മുഹമ്മദ്, നുഫൈസ, SRG കൺവീനർ അനന്തനാരായണൻ, റോജ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ ഇബ്രാഹിം മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുള്ള നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി NPM കാലിക്കറ്റ് അവതരിപ്പിച്ച മാജിക് ഷോ, പായസ വിതരണം എന്നിവയും നടന്നു. ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്ററിന്റെയും കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തലശ്ശേരി ലുലു സാരീസിൽ വെച്ച് പുകയില വിരുദ്ധ സന്ദേശ ദിനം സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്ററിന്റെയും കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തലശ്ശേരി ലുലു സാരീസിൽ വെച്ച് പുകയില വിരുദ്ധ സന്ദേശ ദിനം സംഘടിപ്പിച്ചു. മലബാർ ക്യാൻസർ സെന്റർ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗ മേധാവി ഡോക്ടർ AP നീതു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു മാമോഗ്രാഫി ടെസ്റ്റ് 2 വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക എന്നുള്ളത് സ്ഥാനാർബുദ്ധത്തിനായി എന്തെങ്കിലും തുടക്കമുണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്താൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് എന്നുള്ളത് സ്ത്രീകളിൽ തന്നെ ഗർഭാശയകളത്തിലെ ക്യാൻസറിന് വേണ്ടിയിട്ടാണ്. ഗർഭാശയകളാർബുദം അത് ക്യാൻസർ ആവുന്നതിന് മുമ്പുള്ള കോശമാറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റ് നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ ഈ പാപ്സ്മിയർ ടെസ്റ്റ് എന്നുള്ളത് ഇന്ന് നമുക്ക് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്ന് നമുക്ക് എന്താ പറയാ സ്തന പരിശോധന, അതായത് മാമോഗ്രാഫി ടെസ്റ്റ് അല്ല, സ്ഥലത്തിന്റെ ആരോഗ്യ പ്രവർത്തനത്തിന്റെ പരിശോധനയാണ്. സ്തന പരിശോധനയ്ക്കും അതേപോലെ തന്നെ ഈ പാപ്സ്മിയർ ടെസ്റ്റിനുമുള്ള സൗകര്യമുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ജോലിക്ക് വരണം, കുഴപ്പമില്ല, രാവിലെ ടെസ്റ്റ് ചെയ്തിട്ട് ജോലിക്ക് വരാം. അത്ര പോലും ആ ടെസ്റ്റിന് ഒരു റെസ്റ്റും ഒന്നും തന്നെ ആവശ്യമില്ല. അതേപോലെ തന്നെ വായിലെ ക്യാൻസർ കണ്ടെത്താൻ, അതും നേരത്തെ കണ്ടെത്താൻ പറ്റുന്ന ഒരു എന്താ പറയുക അർബുദമാണ്. ഇത്തരം ശീലങ്ങൾ, പുകയിലെ ശീലങ്ങൾ, മദ്യപാനം, അങ്ങനത്തെ എന്തെങ്കിലും ശീലങ്ങളുള്ള ആളുകളാണെങ്കിലും ആണെങ്കിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. വായല് ഒരു പരിശോധന നമുക്ക് അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ പോയാൽ തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദന്തരോഗ വിദഗ്ധനെ അറിയുമെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കും. സ്ഥാപനത്തിലെ വനിതകൾക്ക് സ്തനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്വയം സ്തന പരിശോധന സംബന്ധിച്ച ക്ലാസും നൽകി. MCC വിജിലൻസ് ഓഫീസർ PK സുരേഷ് പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ്
മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. തലശ്ശേരി ലുലു ഗോൾഡ് മാനേജർ പി സിദ്ദിഖ് അധ്യക്ഷനായി. കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യം പ്രസിഡന്റ് നാരായണൻ പുതുക്കുടി, ജനറൽ സെക്രട്ടറി കെ.എം. ചന്ദ്രൻ മാസ്റ്റർ, പ്രൊഫസർ എ.പി. സുബേർ, മേജർ പി. ഗോവിന്ദൻ, അബ്ദുറഹ്മാൻ കൊളത്തായി എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ലുലു സാരീസ് മാനേജർ N.M. അക്ബർ സ്വാഗതവും കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യം ട്രഷറർ മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ നന്ദിയും പറഞ്ഞു. നാദാപുരം പുളിയാവ് നാഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിർമ്മിത ബുദ്ധി പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സർവകലാശാല കൊമേഴ്സ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡോക്ടർ പ്രശാന്ത് ശില്പശാല നയിച്ചു. പുതിയ കാലത്തെ പഠന ഗവേഷണ സാധ്യതകളും മറ്റും ശില്പശാലയിൽ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിയുടെ അനന്തമായ സാധ്യതകളെ പഠന ഗവേഷണ പ്രക്രിയയിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ഡോക്ടർ പ്രശാന്ത് വിശദീകരിച്ചു. ഇതിനെ ഒരിക്കലും ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് അതിന് ഒരു നമ്പർ കൂടി. ഓക്കെ, അടുത്തത് പറയുന്നത് ലിറ്ററേച്ചർ റിവ്യൂ ആണ് അല്ലേ. ഈ ആർട്ടിക്കിൾ ആണെങ്കിലും തീസിസ് ആണെങ്കിലും ബുക്ക് ആണെങ്കിലും അസൈൻമെന്റ് എന്താണ് നമ്മൾ ഓൾറെഡി ആൾക്കാർ ചെയ്തു വെച്ച സാധനങ്ങൾ ഒന്ന് വായിക്കണം അല്ലേ. പുതുതായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഓൾറെഡി ചെയ്ത് വെച്ച സാധനം നമ്മൾ വായിച്ച് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ പുതിയതായിട്ട് തന്നെ കണ്ടുപിടിച്ച് എഴുതണം, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തു വെച്ച സാധനങ്ങളിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ, ചെയ്യാത്ത മേഖലകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെയാണ് പ്രൊജക്റ്റിന്റെ ടൈറ്റിലും തീസിസിന്റെ ടൈറ്റിലും അല്ല ആർട്ടിക്കൽ റൈറ്റിങ്ങിലേക്കൊക്കെ ഒരു ടോപ്പിക് കണ്ടെത്തുന്നത്. ഓൾറെഡി ഒരാൾ കണ്ടുപിടിച്ച സാധനം നമ്മൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മേഖലയിലുള്ള ഓൾറെഡി പബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും ബുക്സും വായിക്കണം. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയും. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സ്റ്റുഡൻസിന് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഗൈഡ് ചെയ്യാണ് അല്ലേ. സെക്കൻഡ് ചാപ്റ്റർ അതായിരിക്കില്ലേ, ആണോ? പ്രൊജക്റ്റിന്റെ സെക്കൻഡ് ചാപ്റ്റർ തീസിസിന്റെ മിക്കവാറും സെക്കൻഡ് ചാപ്റ്റർ എന്തായിരിക്കും, ലിറ്ററേച്ചർ റിവ്യൂ ആയിരിക്കും. നാഷണൽ കോളേജ് ചെയർമാൻ വയലോളി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. IQACയുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കോളേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇസ്മയിൽ പോയിൽ, സ്റ്റാഫ് ക്ലബ്ബ് സെക്രട്ടറി അഫ്ന ഹമീദ്, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ശ്രീന എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമാക്കി വിദ്യാലയങ്ങൾ. വടക്കുംപാട് PC ഗുരുവിലാസം ബേസിക് UP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശ്രീഷ ഉദ്ഘാടനം ചെയ്തു. വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. സ്കൂൾ പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമാക്കിയിരിക്കുകയാണ് വിദ്യാലയങ്ങൾ. വടക്കുംപാട് PC ഗുരുവിലാസം ബേസിക് UP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വേറിട്ട കാഴ്ചയായി. വിദ്യാർത്ഥികളെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ സ്വീകരിച്ചാനയിക്കുകയായിരുന്നു. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകിയും വരവേറ്റു.
ഹാളിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശ്രീഷ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മഴ നമുക്ക് തടസ്സമായി വന്നിട്ടുണ്ട്. മഴയില്ലാതെയാണ് ഈ ദിവസം സ്കൂളിലേക്ക് കുട്ടികൾ എത്തിയിട്ടുള്ളത്. കരയുന്ന വിദ്യാർത്ഥികളെ ആരും തന്നെ ഞാൻ വരുന്ന വഴിക്കൊന്നും കണ്ടിട്ടില്ല. ആരും കരയാതെയാണ് സ്കൂളിലേക്ക് എത്തിയതെന്ന സന്തോഷം കൂടി ഇവിടെയുണ്ട്. സ്കൂളിലെ ചുറ്റുപാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്, നമ്മുടെ നാട് എങ്ങനെയാണോ ചേർത്ത് നിർത്തിയ അന്തരീക്ഷത്തിലാണ് ഇതുവരെയും നമ്മുടെ പ്രദേശം ഉണ്ടായിരുന്നത്. അപ്പം അതേ രീതിയിൽ തന്നെ നമുക്കിനിയും അങ്ങോട്ട് മുന്നേറേണ്ടതുണ്ട് എന്ന് കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അമ്മമാരുടെയും രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് സ്കൂളിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്കൂൾ വാഹനം എത്തിപ്പെടാനുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും നടന്ന് സ്കൂളിലേക്ക് വന്ന കുട്ടികൾക്കറിയാം നമ്മുടെ പ്രദേശത്തുള്ള മരങ്ങളെയും അതേപോലെ തന്നെ ചെടികളെയും കിന്നാരം പറഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങൾ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ നാട്ടുമുഖത്തിലൂടെ നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു നാട്ടിലുള്ള ഒരു സ്കൂളിനെ അഭിവൃദ്ധിപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. എരഞ്ഞോളി പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ ദിജിഷ അധ്യക്ഷയായി. PK ജോഷിത ടീച്ചർ സ്വാഗതം പറഞ്ഞു. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ അഖിൽ ചിത്രൻ വിശിഷ്ടാതിഥിയായി. PTA വൈസ് പ്രസിഡന്റ് PK ജിതേഷ്, മദർ PTA പ്രസിഡന്റ് MC വിനിത, സ്കൂൾ മാനേജർ KK ദീപേഷ്, മുൻ അധ്യാപകൻ KP രാജൻ മാസ്റ്റർ, SRG കൺവീനർ AK സാധന തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തലശ്ശേരി O ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂൾ 2026-27 വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു. തലശ്ശേരി നഗരസഭ ചെയർമാൻ ചന്ദ്രശേഖരൻ കാരായി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സൗത്ത് ഉപജില്ലാ പ്രവേശനോത്സവം O ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിൽ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നമ്മൾ സ്കൂളുകളിൽ നിർബന്ധിത വിദ്യാഭ്യാസവും സൗജന്യ വിദ്യാഭ്യാസവും സാർവത്രിക വിദ്യാഭ്യാസവും നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളെല്ലാം 1ാം ക്ലാസ് ചേർന്ന കുട്ടികൾ 10ാം തരത്തിലേക്ക് എത്തുമ്പോഴേക്കും ഭീകരമായ കൊഴിഞ്ഞുപോക്കാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയാണ് കേരളത്തെ മാറ്റിമറിക്കുന്നതിനോട് വലിയ പങ്ക് വഹിച്ചത്. അത് സമൂഹത്തിനാകെ മാറ്റം വരുന്നതിന് വേണ്ടിയുള്ള സംഭാവനയാണ് വിദ്യാഭ്യാസം. അതുപോലെ തന്നെ വ്യക്തിയെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസം അതിപ്രധാനമാണ്. അത് കുടുംബത്തെ സംബന്ധിച്ചും അതിപ്രധാനമാണ്. ജോലി നേടുക എന്നത് മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഒരു വ്യക്തിയുടെ ഇടപെടലും സാന്നിധ്യവും തൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് ഒട്ടനവധി സമ്പന്നമാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. സാർവത്രിക വിദ്യാഭ്യാസവും സൗജന്യ വിദ്യാഭ്യാസവും നിർബന്ധിത വിദ്യാഭ്യാസം നടപ്പാക്കിയിട്ട് പോലും ഈ കേരളത്തിൽ വിദ്യാഭ്യാസം വലിയ വെല്ലുവിളി നേരിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനം നമ്മൾ ആരംഭിക്കേണ്ടി വന്നു. സാക്ഷരതാ പ്രസ്ഥാനം വഴി അനൗപചാരിക വിദ്യാഭ്യാസം നേടാൻ നാം നിർബന്ധിക്കപ്പെട്ടു. വാർഡ് കൗൺസിലർ ആശ അധ്യക്ഷയായി. ഡയറ്റ് പ്രതിനിധി വി പ്രവീണ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ചാർജ് വഹിക്കുന്ന GP പ്രീത എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് നിശാന്ത് സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപകൻ ഗിരീഷ് ബാബു നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി സ്കൂളിൽ തയ്യാറാക്കിയ സെൽഫി പോയിന്റും നെരൂട്ടോ എന്ന റോബോട്ടും ഏറെ ശ്രദ്ധ നേടി. വിവര വിനിമയ സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് കുട്ടികൾക്ക് നെറൂട്ടോ എന്ന സംസാരിക്കുന്ന റോബോട്ട് നൂതന അനുഭവമായി. വിദ്യാലയത്തിൽ നടന്ന 2 മാസത്തെ റോബോട്ടിക് പരിശീലനത്തിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും ചേർന്നാണ് ഈ റോബോട്ട് നിർമ്മിച്ചത്. വിദ്യാലയത്തിലെ വികസന രേഖയുടെ പ്രകാശനവും നടന്നു. PTA വൈസ് പ്രസിഡന്റ് PT വിനോദ്, മദർ PTA പ്രസിഡന്റ് ബെറ്റി അഗസ്റ്റിൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു.
വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ പുതിയ കൂട്ടുകാരെ വരവേറ്റു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ പുതിയ കൂട്ടുകാരെ വരവേറ്റു. തുടർന്ന് പ്രവേശനോത്സവ ചടങ്ങുദ്ഘാടനം പ്രൗഢഗംഭീരമായി നടന്നു. മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ, സ്കൂൾ മാനേജർ N സുനിൽകുമാർ, പ്രധാനാധ്യാപകൻ യൂസഫ് ഒദിയോത്ത് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ പി അനിൽകുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി വിജിത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുത്തു. SPC സീനിയർ കേഡറ്റ് ആൻമേരി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. എന്റെ പാസ്വേഡുകളും OTP-കളും വ്യക്തിഗത വിവരങ്ങളും ശരിയായ രീതിയിലും ഉപയോഗിക്കുമെന്ന് ഞാൻ. ഒരിടവേള കൂടി. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്.
വയനാട് തോണിച്ചാലിലെ പഴശ്ശി ബാലമന്ദിരത്തിലെ 30ഓളം കുഞ്ഞുമക്കൾക്ക് പുതിയ അധ്യയന വർഷത്തിന് നിറം പകരാൻ ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മലബാർ റൈഡേഴ്സ് കൂട്ടായ്മ. നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. വയനാട് തോണിച്ചാലിലെ പഴശ്ശി ബാലമന്ദിരത്തിലെ 30ഓളം കുട്ടികൾക്ക് പുതിയ അധ്യയന വർഷത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മലബാർ റൈഡേഴ്സ് കൂട്ടായ്മ. കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് സച്ചിൻ കിളിയങ്ങാട്, സുലീഷ് തില്ലങ്കേരി, അഭിജിത്ത് കൂത്തുപറമ്പ്, പ്രജിൻ ആലച്ചേരി, ദയാൽ ബ്ലാത്തൂർ, MR രജിൽ, ആകാശ് അക്ഷരി, എബിൻ എലിയാസ്, വിഷ്ണു കായലോട് തുടങ്ങിയവർ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. കടവത്തൂർ കുനിപ്പറമ്പ് LP സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടിയെ സ്കൂളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ ആ കുട്ടിയുടെ പഠനത്തിന് ഒപ്പം തന്നെ വ്യക്തിത്വ വികസനം ഉണ്ടാകണം. അവർ സമൂഹത്തിന്റെ ഭാഗമാകുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കണം, ആ കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ദിനേന എന്നോണം വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടും വായിച്ചും കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. നമ്മുടെ വിദ്യാർത്ഥികൾ, യുവാക്കൾ, യുവതികൾ സമൂഹത്തിൽ നിന്ന് വഴിമാറിക്കൊണ്ട് തെറ്റായ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ സുരക്ഷിതമാകണം എന്ന ഏറ്റവും അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നത്. PTA പ്രസിഡന്റ് AP അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രേയ ബാലൻ കുട്ടികൾക്കുള്ള പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു. കോറത്ത് അബ്ദുള്ള ഹാജി, കുഞ്ഞബ്ദുള്ള ഹാജി, അച്ചറേന്റെ വിട, M ഇബ്രാഹിം, P വിനീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ M നജീബ് സ്വാഗതവും P നദീറ നന്ദിയും പറഞ്ഞു. തലശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു. KP സാജു ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി KP സാജു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളെ കൊണ്ട് എന്ത് സഹായിക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിച്ച് ഇതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പറ്റാവുന്ന തരത്തിൽ സഹായിച്ച യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡല കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസ് ആണ് നിങ്ങളെ സഹായിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ നാട്ടിൽ നിങ്ങളും ഞാനും ഇതുപോലെ ജീവിക്കാൻ നമുക്ക് സാഹചര്യമുണ്ടാക്കിയ ഒരു സംഘടനയുടെ യുവജന സംഘടനയാണ്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് N അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. MP അരവിന്ദാക്ഷൻ, A ഷർമിള, അനസ് ചാലിൽ, VV ഷുഹൈബ് എന്നിവർ സംസാരിച്ചു. S ഹൈമ സ്വാഗതവും M മുനാസ് നന്ദിയും പറഞ്ഞു. ചെറുവാഞ്ചേരി പാട്യം ഗോപാലൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് മധുരപലഹാര വിതരണവും നടന്നു. രാജ്യസഭ MP ഡോക്ടർ V ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉയരത്തിലെത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കേണ്ടത്, ഒന്നു ചേർന്ന് നിൽക്കണം. ആരുടെയൊക്കെ ഭാഗത്താണ് പോരാ. പാട്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബീന അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക PP ബീന, KK സമീർ, K ഷാജഹാൻ, പ്രകാശൻ കർത്ത, V ഷാജി, J ജിതേഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മധുരപലഹാര വിതരണവും നടത്തി. കേരള മണ്ണിൽ കതിരൊളി
പിണറായി പഞ്ചായത്ത് തല പ്രവേശനോത്സവം RC അമല ബേസിക് സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഷാർലി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ക്ലാസ്സിൽ പത്മ ടീച്ചറായിരുന്നു. പത്മനി ടീച്ചറുടെ മകളാണ് ശൈല ടീച്ചർ. പിന്നെ മൂന്നാം ക്ലാസ്സിൽ കൽപ്പന മാഷ്, നാലാം ക്ലാസ്സിൽ ഗോപാലകൃഷ്ണൻ മാഷ് ഉണ്ടായിരുന്നു. അഞ്ചാം ക്ലാസ്സിൽ ലളിത ടീച്ചർ, ആറാം ക്ലാസ്സിൽ പ്രസിദ്ധ ടീച്ചർ, ഏഴാം ക്ലാസ്സിൽ അരവിന്ദ് മാഷ്. അവരെല്ലാവരെയും, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും ഞാൻ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇവിടെ ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വാർഡ് അംഗം K. പ്രേമൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ലതീഷ് ബാബു, PTA പ്രസിഡന്റ് KV ഷാഹിദ, മദർ PTA പ്രസിഡന്റ് VS രേഷ്മ, CRC കോർഡിനേറ്റർ രസ്ന, വിദ്യാഭ്യാസ സമിതി മണ്ഡലം കൺവീനർ വത്സൻ പനോളി, SRG കൺവീനർ ഷൈമ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ അനൂപ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുഭാഷ് നന്ദിയും പറഞ്ഞു. അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി ബോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് തലശ്ശേരി ചിറക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്ലറയ്ക്കൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കല്ലറയ്ക്കൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബോസ് കെയർ ചെയർമാൻ ഖാദർ അബൂബക്കർ, തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, തലശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ, അഡ്വക്കേറ്റ് K. വിശ്വൻ, ഡോക്ടർ മധുസൂദനൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ജനപ്രതിനിധികളും പങ്കാളികളായി. ചിറക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് ബോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ എക്സ്റേ, ഫുള്ളി ഓട്ടോമേറ്റഡ് ലബോറട്ടറി,
ഫാർമസി, കാഷ്വാലിറ്റി, സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ, ഫിസിയോതെറാപ്പി, ഹോം കെയർ സർവീസസ് തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ്. ഒപ്പം വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരിയിൽ ഡോക്ടർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ഓട്ടോയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. പിന്നാലെ സ്കൂട്ടറിലെത്തിയ നഴ്സിനും അപകടത്തിൽ പരിക്ക്. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. കണ്ണൂർ താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും ഉദ്ഘാടനം ചെയ്തു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി യാത്രയായി. തന്റെ ഹൃദയവും കരളും 2 വൃക്കകളും ദാനം ചെയ്ത് 4 പേരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത് കണ്ണൂർ സ്വദേശിയായ അർജുൻ. അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെച്ച കുരുന്നുകൾ. സ്കൂളുകളിൽ പ്രവേശനോത്സവം വർണ്ണാഭം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.